വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോകാണ്ട്. അതായത് നമ്മൾ ലുലുവിൽ പോകണം. ലുലു നമ്മുടെ വീട്ടിൽ ജസ്റ്റ് അടുത്താണ്, തൊട്ടടുത്താണ്. നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലുലുവിൽ പോകണം. പിന്നെ നമുക്ക് കണ്ടെയ്നർ പാർക്ക് കാണണം. പിന്നെ നമ്മൾ ഓൾഡ് ദോഹ പോർട്ടൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ എല്ലാം കാണിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കാൻ ലുലുവിൽ. ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഫ്രണ്ട്സ്, പപ്പു പറയാണ് ഈ നമ്മുടെ അതിൻ്റെ റൂട്ട് കണ്ടിട്ട് മരിച്ചിരി പോലെ ഇരിക്കുന്നത്. പിന്നെ അതൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം നല്ല സെറ്റ് സംഭവങ്ങൾ, നല്ല സൂപ്പർ ചെടികളാണ്. ഇതൊക്കെ ഒറിജിനലാണ്. കണ്ടിട്ടെനിക്ക് വാരി എടുക്കാൻ തോന്നി, പക്ഷെ ഞാൻ എടുത്തില്ല. അവിടെ നാളിന്ന് ഇതൊക്കെ വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ ഇത്രയും വെറൈറ്റി റോസുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് നമ്മൾ ഗിംബൽ വാങ്ങാനാണ് പോയത്. നമ്മൾ ദേ ഈ കാണുന്ന ഗിംബലാണ് വാങ്ങിച്ചത്. ഫ്രണ്ട്സ്, ദേ ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ ദേ പപ്പു വിഷമിച്ചൊക്കെ നിൽക്കുകയാണ്. കാരണം പപ്പുവിന് എനിക്കും ജലദോഷത്തിനൊരു ആരംഭം. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പപ്പുവിനെ കളിയാക്കിയ സമയത്താണ് അവൻ എന്നെ നുള്ളിയത്. പരിസരം നോക്കിയില്ല, എന്നെ നുള്ളി എൻ്റെ കയ്യിൽ. എൻ്റെ അമ്മയുടെ അടുത്ത് പറയണം എൻ്റെ കുറ്റങ്ങൾ. അങ്ങനെ നിന്ന് ഒരുപാട് നേരം നിന്ന് അച്ഛൻ ബാക്കിലാണ് നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഇവിടെ എത്തുമ്പം നമ്മൾ ട്രോളിയും കൊണ്ടങ്ങ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, നമ്മൾ മൊത്തത്തിൽ ഇവിടെ നിൽക്കാൻ വേണ്ടി 1-1.5 മണിക്കൂർ നമ്മൾ നിന്ന് കാണും. അങ്ങനെ നിന്ന് അവസാനം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ദേ അതാണ് നമ്മളിപ്പോൾ പോയ ലുലു. ഇവിടെയാണ് വീട്, തൊട്ടടുത്താണ്. പക്ഷെ നമുക്ക് ഒരുപാട് സാധനം വാങ്ങാനുള്ളത് കൊണ്ടാണ് നമ്മൾ കാറിൽ പോയത്. ഇല്ലെങ്കിൽ നടന്ന് പോയാൽ മതി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ച ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ബോക്സ് പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അവിടെയാണ് നമ്മുടെ വേൾഡ് കപ്പ് നടന്നതിലുള്ള ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയമാണ് കണ്ടെയ്നറുകൾ വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോർണിഷിലാണ്. കോർണിഷിലെ കണ്ടെയ്നർ പാർക്ക് അഥവാ ബോക്സ് പാർക്കിനടുത്താണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്പീഡ് ബോട്ടുകളൊക്കെ ഇരിപ്പുണ്ട്. അതായത് ഇവിടെ കണ്ടെയ്നർ പാർക്ക് എന്ന് പറയാൻ കാരണം പണ്ട് ഇവിടെ ഒരു ഷിപ്പ് യാർഡായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് മാറ്റിയ സമയത്ത് അവിടേക്ക് ഉപയോഗിച്ചിരുന്ന ആ കണ്ടെയ്നറുകളൊക്കെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഓരോരോ റൂമിനകത്ത് നമുക്ക് ഓരോ ഷോപ്പുകളൊക്കെയാണ്. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ മൊത്തവും കണ്ടു. ഇതൊക്കെ അടിപൊളിയാണ്. ഫ്രണ്ട്സ്, നടന്ന് തളർന്ന് നമ്മൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. തുറന്നു നമുക്കവിടെ ശാന്തമായി പോയിരിക്കാം. ഫ്രണ്ട്സ്, ദേ ഈ വരുന്നതാണ് എക്സിക്യൂട്ടീവ് ജെറ്റ്. ഇത് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അയ്യോ അപ്പു എങ്ങനെയുണ്ട്? ചൂടുണ്ട് ഇപ്പോഴും. ഫ്രണ്ട്സ്, നോക്കൂ, ഖത്തറിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് വേസ്റ്റൊക്കെ ഇടുന്നത്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രണ്ട്സ്, ഇത് കണ്ടിട്ട് ആട്ടുകല്ല അല്ലെങ്കിൽ ഇടിക്കല് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈദ് ആശംസകൾ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വീണ്ടും ബൈ ബൈ.